ഹായ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സ്പാച്ചുലയാണ്. ഇത് നമ്മൾ ആമസോണിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. ഡോക്കോസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ്. അപ്പോൾ ഈ ഒരു പാക്കിൽ 2 എണ്ണമാണ് വരുന്നത്. 2 കളറിലുള്ള സ്പാച്ചുലയാണ് വരുന്നത്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതുപോലെ 2 സ്പാച്ചുലയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പിടിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ഹാൻഡിൽ, അത് വുഡൻ്റെ ആണ് വന്നിരിക്കുന്നത്. അപ്പം നോർമലി ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ വരുമ്പം നമ്മൾ കുറച്ച് ചൂടാവുന്ന സമയത്ത് ഉരുകി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതങ്ങനെ ചൂട് തട്ടിയിട്ടുണ്ടെങ്കിൽ ഉരുകൂല. പിന്നെ അതുപോലെ തന്നെ നല്ല ഗ്രിപ്പ് ഉള്ളതാണ്, നമുക്ക് പിടിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഗ്രിപ്പ് ഉള്ളതാണ്. നമ്മളെ കയ്യിലേക്ക് ചൂട് എത്തുകയില്ല. അതൊരു പ്രത്യേകതയായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗം നോക്കി, ഇത് സിലിക്കൺ ആണ്. അപ്പോൾ നല്ല ഹീറ്റ് റെസിസ്റ്റൻസ് ഉള്ളതാണ്. 480 ഡിഗ്രി ഫാരൻഹീറ്റ് വരെ നമുക്ക് ഹീറ്റിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ കണ്ടാലേ അറിയാം, നമ്മൾ യൂസ് ചെയ്യുന്ന പാനിൽ സ്ക്രാച്ചും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ സാധാരണ നോൺ സ്റ്റിക്ക് പാനിലൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്നൊരു ഇതാണ് സ്ക്രാച്ച് വരാൻ ചാൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് നമുക്ക് ഹീറ്റ് റെസിസ്റ്റ് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഇവിടെ നല്ല ഒരു കർവ് ഷേപ്പിലാണുള്ളത്. അതുകൊണ്ട് തന്നെ സ്ക്രാച്ച് ഒന്നും വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതുപോലെ നമ്മൾ കേക്കെല്ലാം ഫ്രോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നമ്മൾ എന്തെങ്കിലും മിക്സ് ചെയ്യാനൊക്കെയാണെങ്കിൽ മിക്സിംഗ് ബൗളിലിട്ട് മിക്സ് ചെയ്യുന്നതിനും ഈസിയാണ്. ഇത് നന്നായിട്ട് ബെൻഡ് ചെയ്യുന്നതാണ്. ഇങ്ങനൊരു സ്പാച്ചുല നോക്കാൻ വേണ്ടി ഞാനൊന്ന് സെർച്ച് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ, നമ്മൾ മിക്കവാറും നോൺ സ്റ്റിക്ക് ഉപയോഗിക്കുന്ന സമയത്ത് വുഡൻ സ്പാച്ചുല വെച്ചിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ നോർമലി വലിയ കുഴപ്പം ഉണ്ടാവില്ലെങ്കിലും ചിലപ്പോൾ നമ്മൾ കുറച്ച് ഹാർഡായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പഞ്ചസാര ഉരുക്കിയൊക്കെ എടുക്കുന്ന സമയത്താണെങ്കിൽ ചിലപ്പം ചെറിയ സ്ക്രാച്ചസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ല മെറ്റീരിയൽ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ ഉരുകി പോകാനും ചാൻസ് ഉണ്ട്. ഇത് ഒരു നല്ല റിവ്യൂ ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ അങ്ങനെ കണ്ടിട്ട് ആണ് വാങ്ങിച്ചത്. ഇത്രയും സമയം നമ്മൾ ഇതുകൊണ്ടാണ് ഇത് ഇളക്കി കൊടുത്തിരിക്കുന്നത്. നല്ല ചൂടും ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പം നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ്. നല്ല ചൂടിലാണ് ഞാൻ നന്നായിട്ട് സോർട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഹീറ്റ് റെസിസ്റ്റൻസ് അവർ പറഞ്ഞതുപോലെ തന്നെ ഉണ്ട്. എനിക്ക് നല്ല എളുപ്പമായിട്ട് തോന്നുകയും ചെയ്തു. നല്ല ഗ്രിപ്പ് ഉണ്ട്, ഇവിടെ ഇങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ട് നല്ല ഗ്രിപ്പ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഉപയോഗിച്ച് നോക്കിയപ്പോൾ എനിക്ക് നല്ലതായിട്ട് തന്നെയാണ് തോന്നിയത്. അപ്പം നമ്മളിത് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. അങ്ങനെ കളറൊന്നും കുറച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കളറൊക്കെ വരുമായിരിക്കും. പക്ഷെ ഇപ്പോൾ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്ന പാത്രം കഴുകുന്ന ഒരു ഇത് വെച്ചിട്ട് കഴുകിയെടുത്താൽ മതി. കണ്ടില്ല, നല്ല എളുപ്പത്തിൽ വൃത്തിയാക്കി. ഇപ്പോൾ എണ്ണയും ആ കളറും മഞ്ഞളിൻ്റെ കളറും ഒന്നുമില്ല. ജസ്റ്റ് കഴുകിയെടുക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് വൃത്തിയാക്കാനും എളുപ്പമാണ്. പിന്നെ അതുപോലെ തന്നെ ഡിഷ് വാഷർ സേഫ് ആണെന്നും അവർ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ താല്പര്യമുള്ളവർക്ക് വാങ്ങാവുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയ വീഡിയോ കാണുന്നവരെ ബൈ.